ഈ സിനിമ എനിക്കും വർക്കായില്ല. ഒരുപക്ഷെ എന്നിലെ സിനിമ ആസ്വാദകനെ അത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാതിരുന്നതായിരിക്കാം. കാരണം ഈ സിനിമയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് കണ്ടിട്ടാണ് ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. സിനിമയെക്കുറിച്ച് തുടക്കത്തിലെ കുറ്റം പറയല്ല, ഒരു ലോജിക്കൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു പാരലൽ വേൾഡ് പോലുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സിനിമയ്ക്ക് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് സ്പേസ് വേണമായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത് വളരെ ഒരു ഡ്രാഗ് ചെയ്താണ് സിനിമ കൊണ്ടുപോകുന്നത്. പിന്നെ സിനിമ തുടങ്ങുന്നത് ഭയങ്കര പഞ്ചിങ് ആയിട്ടാണ്. നമ്മുടെ ബാബു ആന്റണി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ തുടക്കം തന്നെ. അത് അടിപൊളിയായിരുന്നു. അതുപോലെ നരയൻ കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിനെ കാണുന്നത് സിനിമയിൽ. അദ്ദേഹം നല്ലൊരു ആക്ടർ ആണെങ്കിൽ കൂടി ഇതിലെ കഥാപാത്രത്തിനെ പുള്ളി എങ്ങനെയൊക്കെയോ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ നമുക്ക് തോന്നും. കുറേ കോമഡിയൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടതൊന്നും അത്രത്തോളം അങ്ങോട്ട് സോക്കറ്റിൽ വീഴാത്താണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ പഴയ സോമൻ എന്ന് പറയുന്ന ആക്ടറുമായിട്ട് ഭയങ്കര ഒരു സിമിലാരിറ്റി തോന്നി. ആ ഒരു ക്യാരക്ടർ കോമഡിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ആ സോമൻ സാർ ചെയ്തിരുന്ന അതേ ഒരു പാറ്റേൺ ഫീൽ ചെയ്തിരുന്നു. പിന്നെ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ബാബു ആന്റണി സാറിൻ്റെ ഫൈറ്റ്. ഈ അടുത്ത അദ്ദേഹം ചെയ്ത സിനിമകളിലൊന്നും അദ്ദേഹത്തിന് മാന്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു. ഇതിൻ്റെ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷൻ ത്രില്ലറൊക്കെ പുള്ളി കിടുവായിട്ട് ചെയ്തു വയ്ക്കും. കാരണം ഇതിൻ്റെ തുടക്കമൊക്കെ ആ വിധത്തിലാണ് സിനിമ അങ്ങോട്ട് ഇനിഷ്യലി തുടങ്ങി വരുന്നത്. പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തൊരു സംഭവം നടക്കുന്നു, വേറൊരു സ്ഥലത്ത് വേറെ കുറേ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് രണ്ട് പേസിലാണ് പുള്ളി അതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നൊരു ഭയങ്കര ആക്ഷൻ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ കുറേ കഥാപാത്രങ്ങൾ ഒരു കോമഡി സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന, അതിനകത്ത് കുറച്ച് പ്രേമവും സെറ്റപ്പും എല്ലാം കൂടെ നമ്മുടെ പ്രേമത്തിൽ അഭിനയിച്ച ഇതിനകത്തുണ്ടായിരുന്നു. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജു ചേട്ടൻ ആസ് യൂഷ്വൽ ഏത് സിനിമയിലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹം നന്നായിട്ട് ചെയ്തു വയ്ക്കും. എങ്കിലും കൂടെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്, അത് വളരെ വീക്കായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ഒക്കെ, പാട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല സ്ഥലങ്ങളിലും വളരെ വീക്കായിട്ട് എനിക്ക് തോന്നി. പല സ്ഥലങ്ങളിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. ഒരു പക്ഷേ ഡയലോഗ് ഡെലിവറിക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയാസിലായിരിക്കും കഴിവതും അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഈ സിനിമയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒഴിവാക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും സിനിമ ഭയങ്കര ഫ്ലാറ്റായി പോകും. കാരണം ഇതിൻ്റെ ഒരു ജോൺറ എന്ന് പറയുന്ന ഒരു ക്രേസി മൂഡാണ്. അപ്പോൾ ആ ഒരു ക്രേസി മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു BGMൻ്റെ ഒരു സപ്പോർട്ട് അതിന് വേണം. അവിടെയൊക്കെ BGM വളരെ വീക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ പ്രേമലു അതുപോലെ കുറേ ഈ ഒരു ക്യാമ്പസ് ബേസിലൊക്കെ വരുന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത് വന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന് മെച്ചം. അതും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സും അവരുടെ ഒരു പെർഫോമൻസൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് വളരെ എനിക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സൊന്നും അല്ല, എങ്കിലും അവരൊക്കെ കിടന്ന് അങ്ങനെ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു നാച്ചുറാലിറ്റി ആ ക്യാരക്ടേഴ്സിലൊന്നും അത്രത്തോളം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടു തീർക്കുകയാണ് ചെയ്തത്. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. കുറച്ച് കോമഡിയൊക്കെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് വർക്കായിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരുപാട് കോമഡിയൊക്കെ ഫ്ലാറ്റായി അതങ്ങോട്ട് സോക്കറ്റിൽ വീഴാത്ത കണക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കോമഡി സീൻ അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഡെലിവറി കഴിഞ്ഞ് അതൊരു തമാശ രൂപേണ പറഞ്ഞതാണല്ലോ എന്നുള്ള പിന്നീടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതാണ് ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്. ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നത് ടൈമിംഗ് ആണ്. ഓരോ ഡയലോഗ് ഡെലിവറിയും ഓരോ കട്ട്സും ഒരു സന്ദർഭം കൊണ്ട് എക്സിക്യൂഷണൽ ടൈം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ തമ്മിൽ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആയിരുന്നാലും ഇതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ഇമോഷൻസ് മാറുന്നതിനനുസരിച്ച് ആ ടൈമിങ്ങിൽ വലിയൊരു വ്യത്യാസം വരും. അപ്പോൾ അവിടെയാണ് ആ ഒരു ഇമോഷണൽ കണക്റ്റ് നമുക്ക് സിനിമയുടെ അടുത്ത് കിട്ടുന്നതും നമ്മൾ സിനിമയിലോട്ട് കണക്റ്റ് ആകുന്നതും. ഒരു സിനിമയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു കണക്റ്റോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ ഒരു എന്തൂസിയാസമോ ഒന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരുപക്ഷെ ഇതെല്ലാം എന്നിലെ പ്രേക്ഷകൻ്റെ കുറവായിരിക്കും. നിങ്ങൾക്ക് പലർക്കും ഈ സിനിമ വർക്കായെന്നും വരാം. അപ്പോൾ എന്തായാലും സിനിമ എനിക്കൊട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 7 റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.